ലഷ്കർ ഇ തോയ്ബയുടെ സ്ഥാപകനും ജമാഅത്ത് ഉദ്ദവ മേധാവിയുമായ ഹാഫിസ് സയ്യിദുമായി ജൂലൈ 2-ന് പാകിസ്ഥാനിലെ ലാഹോറിലാണ് വേദ് പ്രകാശ് വൈദിക് കൂടിക്കാഴ്ച നടത്തിയത്. വൈദികിന്റെ കൂടിക്കാഴ്ച NDAയുടെ ദൂതൻ എന്ന നിലയിലാണോ അതോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ദൂതൻ എന്ന നിലയിലാണോ എന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞു. ഹാഫിസിന്റെ മനസ്സ് മാറ്റാനായിരിക്കും വൈദിക് ശ്രമിച്ചിട്ടുണ്ടാവുക എന്നുള്ളതായിരുന്നു രാംദേവിന്റെ പ്രതികരണം. तो उन्होंने उनका हृदय परिवर्तन करने की कोशिश की होगी और आदरणीय वैदिक जी एक वरिष्ठ पत्रकार हैं और पत्रकार जो है वो यदि किसी संदर्भ में किसी व्यक्ति विशेष से मिलता है, वैदिक जी तो एक प्रखर राष्ट्रवादी व्यक्ति है, तो उन्होंने उनका मन भी बदलने की कोशिश की होगी, ऐसा मैं विश्वास करता हूं. വേദ് പ്രകാശുമായി അകലം പാലിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ BJP പ്രതികരിച്ചത്. എന്തിനാണ് ഹഫീസുമായി കൂടിക്കാഴ്ച നടത്തിയത്, അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ വേദ് പ്രകാശാണ് വ്യക്തമാക്കേണ്ടത് എന്നാണ് BJP നേതാക്കൾ പറഞ്ഞത്. നരേന്ദ്രമോദിയും അരുൺ ജെയ്റ്റ്ലിയും അടക്കമുള്ളവരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാംദേവിന്റെ ഉറ്റാനിയായിയാണ് വേദ് പ്രകാശ് വൈദിക്. ആ രീതിയിൽ BJP നേതൃത്വവുമായും വൈദിക്കിന് അടുത്ത ബന്ധമുണ്ട്. എന്നാൽ പത്രപ്രവർത്തകൻ എന്ന നിലയിലായിരുന്നു തന്റെ കൂടിക്കാഴ്ചയെന്നും ഇന്ത്യയിലെ രാഷ്ട്രീയാവസ്ഥയെക്കുറിച്ച് ഹാഫിസ് സയ്യിദുമായി സംസാരിച്ചുവെന്നും വേദ് പ്രകാശ് വൈദിക് പറയുന്നു. നവാസ് ഷെരീഫ് അടക്കമുള്ളവരുമായും പാകിസ്ഥാൻ യാത്രയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും ഹാഫിസിന്റെ തെറ്റായ കാഴ്ചപ്പാടുകൾ മാറ്റാനായി ശ്രമം നടത്തിയെന്നും വൈദിക് പറഞ്ഞു. മീഡിയ 1 ഡൽഹി.